Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ നഗരസഭ കാറമേൽ 44-ാം വാർഡിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനു നേരെ CPMന്റെ അക്രമം. ശനിയാഴ്ച വൈകുന്നേരം വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. അക്രമത്തിനെതിരെ പ്രതിഷേധവുമായി UDF. പയ്യന്നൂർ നഗരസഭ കാറമേൽ 44-ാം വാർഡിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനു നേരെ CPMന്റെ അക്രമം. ശനിയാഴ്ച വോട്ടെണ്ണൽ കഴിഞ്ഞ് വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഈ പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 10-ലധികം ആളുകൾ ഇരുചക്ര വാഹനത്തിലെത്തി UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തകർക്കാൻ ശ്രമിച്ചതെന്നും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ CPM നേടിയ വിജയം കള്ളവോട്ടിൻ്റെയും അക്രമത്തിൻ്റെയും പാതയിലാണ്. കൃത്യമായി സഖാക്കന്മാർക്ക് തന്നെ അറിയാം, ഞങ്ങൾ വിജയിച്ചത് കള്ളവോട്ടിൽ കൂടിയാണെന്നറിയാം. എത്രയെത്ര വ്യാജ ഐഡൻറ്റിറ്റി കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഞങ്ങൾ തെളിവ് നൽകാൻ തയ്യാറാണ്. പോലീസ് അധികാരികൾ ശ്രദ്ധിക്കണം. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം, CPMനുണ്ടായ വിജയം, കാര്യത്തിലുണ്ടായ പരാജയം, ഇതൊക്കെ കാണുന്നത് CPMന്റെ അസഹിഷ്ണുതക്കെതിരെ പയ്യന്നൂർ ജനങ്ങൾ നടത്തിയ ഏറ്റവും വലിയൊരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. പടക്കങ്ങളടക്കം എറിഞ്ഞ കാഴ്ചയാണ് പയ്യന്നൂർ പല ഭാഗങ്ങളിൽ കാണാൻ വേണ്ടി പറ്റിയത്. അത്യന്തം അപലനീയമായ ഒരു ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന CPMന്റെ അണികളാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്ത് ജനാധിപത്യമാണ് ഇവർ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. UPയിൽ യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിൽ നടക്കുന്നത് പോലെ പട്ടാപ്പകലാണ് ഇത്തരം അക്രമങ്ങൾ ഇവിടെ അരങ്ങേറുന്നത്. BJPയെ കുറ്റം പറഞ്ഞ CPMന്റെ ആളുകൾ നടത്തുന്ന ഈ കിരാതമായ ആക്രമണം ആദ്യം അവർ നിർത്തട്ടെ. ജനാധിപത്യപരമായി വോട്ട് ചെയ്യാനുള്ള അവകാശം, മത്സരിക്കാനുള്ള അവകാശം വകവെച്ചു കൊടുക്കാൻ CPM തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയാഹ്ലാദ പ്രകടനം നടക്കുമ്പോൾ ഈ പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 10-ലധികം ആളുകൾ മോട്ടോർ സൈക്കിളിൽ വന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടിച്ചു പൊളിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന് ആഹ്ലാദിക്കുന്ന CPMന് അത് അങ്ങനെയൊന്നും അവകാശപ്പെടാൻ സാധ്യമല്ല. കാരണം പയ്യന്നൂർ നഗരസഭയിലെ 10ഓളം വാർഡുകൾ കള്ള വോട്ടുകൾ, കള്ള ഐഡൻറ്റിറ്റി കാർഡ്, വോട്ടർ ID കാർഡ് ഉണ്ടാക്കി ആ കള്ള ഐഡൻറ്റിറ്റി കാർഡ് കരിവള്ളൂരിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ കള്ള വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരം അക്രമകാരികളായ ആളുകൾ 40-ാം വാർഡ്, 41-ാം വാർഡ്, 43-ാം വാർഡ്, ഈ 44-ാം വാർഡ്, 16-ാം വാർഡ് തുടങ്ങി 1-ാം വാർഡ്, 2-ാം വാർഡ് തുടങ്ങി 10ഓളം വാർഡുകളിൽ ഈ അക്രമി സംഘങ്ങൾ തന്നെ ഒരു ദിക്കിൽ വോട്ട് ചെയ്ത ആളുകൾ തന്നെയാണ് മറ്റൊരു ദിക്കിലും പോയി വോട്ട് ചെയ്യുന്നത്. ഫർണിച്ചറും സാധന സാമഗ്രികളും പൂർണ്ണമായും തകർത്തു. തൊട്ടടുത്ത് സ്ഥാപിച്ച കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയ ഹൈമാസ് ലൈറ്റിൽ വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ തകർക്കുകയും ചെയ്തെന്നും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാകകൾ കത്തിക്കുകയും ചെയ്തെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
രാമന്തളിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെ അക്രമം. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മഹാത്മാ സ്മാരക കൾച്ചറൽ സെന്റർ കെട്ടിടമായ മഹാത്മാ മന്ദിരത്തിന്റെ മുന്നിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയ്ക്ക് നേരെയാണ് അക്രമം നടന്നത്. രാമന്തളിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെ അക്രമം. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മഹാത്മാ സ്മാരക കൾച്ചറൽ സെന്റർ കെട്ടിടമായ മഹാത്മാ മന്ദിരത്തിന്റെ മുന്നിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയ്ക്ക് നേരെയാണ് അക്രമം നടന്നത്. പ്രതിമയുടെ മൂക്കടിച്ചു തകർത്ത നിലയിലാണ്. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് വിജയാഹ്ലാദ പ്രകടനം നടത്തിയ CPM പ്രവർത്തകർ മഹാത്മാ മന്ദിരത്തിനു മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നെന്നും പ്രവർത്തകർ. ഇത് സംബന്ധിച്ച് മഹാത്മാ കൾച്ചറൽ സെന്റർ ഭാരവാഹികൾ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. അത്യന്തം ഹീനവും അപലപനീയവുമായ ഒരു സംഭവ വികാസമാണിന്ന് രാവിലെ രാമന്തളിയിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ, മഹാത്മാ സ്മാരക കൾച്ചറൽ സെൻ്ററിൽ സ്ഥാപിച്ച ആ പ്രതിമ, അതിൻ്റെ മുഖം അടിച്ചു തകർത്ത രീതിയിലാണ് ഇന്ന് രാവിലെ നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായും സംഘപരിവാറിനെ കടത്തിവെട്ടുന്ന ഗാന്ധി വിരോധികൾ ഈ രാമന്തളിയിലും പരിസര പ്രദേശത്തുമുണ്ട് എന്നറിയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭൂമിക കൂടിയായ ഈ രാമന്തളിയിൽ ഇത്രയേറെ ഗാന്ധി വിരോധികൾ ജീവിക്കുന്ന നാടാണ് എന്ന് പറയാൻ തന്നെ പ്രയാസമുണ്ടാകുകയാണ്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലും പരിസരത്തും സംഘർഷമുണ്ടാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് BJP പുഞ്ചക്കാട് ഏരിയ ജനറൽ സെക്രട്ടറി വികേഷിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി റീത്ത് കൊണ്ടുവച്ചതെന്ന് BJP കോഴിക്കോട് മേഖലാ സെക്രട്ടറി പനക്കീൽ ബാലകൃഷ്ണൻ. പയ്യന്നൂർ നഗരസഭയിലെ കണ്ടങ്കാളി 23, 24 വാർഡിലെ BJPക്കുണ്ടായ ജനസമ്മതിയിൽ കലിപ്പൂണ്ട CPMന്റെ നെറികെട്ട രീതിയാണ് പുഞ്ചക്കാട് ഏരിയ ജനറൽ സെക്രട്ടറി വിജയ് ഷോവിയുടെ വീടിന്റെ വരാന്തയിൽ റീത്ത് വെക്കാനുണ്ടായ സാഹചര്യമെന്ന് BJP കോഴിക്കോട് മേഖലാ സെക്രട്ടറി പനക്കീൽ ബാലകൃഷ്ണൻ. പയ്യന്നൂരിലും പരിസരത്തും സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റീത്ത് വെക്കൽ നടന്നതെന്നും പറഞ്ഞു. BJP നേതാക്കളായ പനക്കീൽ ബാലകൃഷ്ണൻ, രവീന്ദ്രൻ ചിറ്റടി, കൃഷ്ണൻ TP, ബിജു K, അനിൽകുമാർ KV, വിനോദ് K, സുജിത് കുമാർ, അഭിലാഷ് തുടങ്ങിയവർ വിജേഷിന്റെ വീട് സന്ദർശിക്കുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബോർഡുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പകൽ വെളിച്ചത്തിൽ ഇവിടെ ബോർഡ് വെച്ച സമയത്ത് അതും പകൽ തന്നെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷം ഈ സ്ഥലത്തുണ്ടായിട്ടുണ്ടായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഈ വാർഡിലും 23-ാം വാർഡിലും 24-ാം വാർഡിലും BJP 2ാം സ്ഥാനത്തേക്കാണ് കയറിയിട്ടുള്ളത്. ഇതിൽ വെർലിപൂണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസം ഈ വീടിൻ്റെ മുന്നിൽ റീത്ത് വെച്ചത്. റീത്ത് വെച്ചത് ഒരു താക്കീത് പോലെയായിട്ടാണ് ഞങ്ങൾക്ക് കണക്കാക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ CK രാമേന്ദ്രൻ്റെ കൊലപാതകത്തിന് മുന്നേ ആ വീട്ടിൽ റീത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ആഭാസമാണ്. ഇതിന് തൊട്ടടുത്ത് ഇവിടെ ഒരു വട്ടപ്പുഴ എന്നൊരു സ്ഥലത്ത് പാലവുമായി ബന്ധപ്പെട്ട് 2 വർഷം മുന്നേ ഒരു അഴിമതിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ അഴിമതിയുടെ വിഷയത്തിനോടനുബന്ധിച്ച് ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരനെ ആക്രമിക്കുകയും ഈ നാട്ടിലൊരു അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവത്തെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാണപ്പുഴ ചാലിലെ വി ശിവാനന്ദന്റെ വീടിന് നേരെ അക്രമം നടന്നതായി പരാതി. ശനിയാഴ്ച രാത്രിയിലാണ് ഒരു സംഘം ആളുകൾ ചേർന്ന് വീടിന് നേരെ അക്രമം നടത്തിയത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ പാണപ്പുഴ ചാലിലെ വി ശിവാനന്ദന്റെ വീടിന് നേരെയാണ് അക്രമം നടത്തിയത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ഒരു സംഘം ആളുകൾ വീട്ടിലെത്തി വീടിന്റെ ജനൽച്ചില്ലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. സംഭവ സമയം ശിവാനന്ദന്റെ ഭാര്യ ഷീജ, അമ്മ കല്യാണി എന്നിവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ഇന്നലെ രാത്രി ഒരു 11 മണിയാകുമ്പോൾ വാതിലിന് മുട്ടുന്ന ഒച്ച കേട്ടിട്ട് ഞാൻ തുറന്നിന്. ഇവിടെ അടുത്തുള്ള ഒരു കല്യാണ വീട്ടിൽ എൻ്റെ ഭർത്താവും മോനും സഹായിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാതിൽ തുറന്നിന്. അപ്പോൾ കണ്ടാലറിയുന്ന എനിക്ക് അറിയുന്ന പോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേര് ശിവാനന്ദൻ ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ആദ്യം ചോദിച്ചത് ശിവാനന്ദൻ്റെ വീടല്ലേ എന്നാണ്. അപ്പം അതേന്ന് പറഞ്ഞു. അതേ പറഞ്ഞിട്ട് ഞാൻ പുറത്ത് ചെയ്യുമ്പം ശിവാനന്ദൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുറകുന്നാന്ന് ഒരു കത്തിയാളെടുത്തിട്ട് നീട്ടുന്നതാകുമ്പോൾ എനിക്ക് പേടിയെ ഞാനൊന്നും വേണ്ടിയിട്ടില്ല.
പിന്നെ ഇവരെന്തെല്ലോ എന്നെ വെല്ലുവിളിച്ച് ആക്രോശിച്ച് പിന്നെ കാല് കൊത്തുന്നു, നേരം പുലരുന്നവരെ എന്നെ കാത്തുക്കൂലെന്നും ശിവാനന്ദൻ്റെ കാല് കൊത്തുന്നും പറഞ്ഞു, ജീവനോടെ വെച്ചക്കൂല, പുലരുന്നതിന് മുമ്പട്ടെ എന്തായാലും തട്ടുന്നെല്ലാം പറഞ്ഞു. ഉള്ളിൽ കയറി എൻ്റെ ഉള്ളിലെല്ലാം പെരുതി, വീട്ടിൻ്റെ ഉള്ളിലെല്ലാം കയറി അയാളുണ്ടോയെന്ന് വെച്ചിട്ട് പെരുതി ഉള്ളിലൊന്നും കാണാനിട്ട് പുറത്തിറങ്ങി വന്നിട്ടാണ് പിന്നെയും വീണ്ടും ആക്രോശിച്ചിട്ടാണ് പോകുന്ന പോക്കിൽ പിന്നെ ആ കാണുന്ന ജനലും എല്ലാം കൊത്തി, ഇപ്പുറത്തെ ജനലും കൊത്തിയിട്ടാണ് തിരിച്ചു പോയി. വല്ലാണ്ട് ഷൗട്ട് ചെയ്തിട്ട് തന്നെ സംസാരിച്ചു. ഒരു സ്ത്രീയോട് പിന്നെ പറയാൻ പറ്റാത്ത അശ്ലീല വർത്താനം തന്നെയാണ് എന്നോട് പറഞ്ഞ്. എങ്ങനെയാണെന്ന് ഇവിടെ ജീവിക്കുമെന്ന് പറയാൻ പറ്റില്ല പേടിച്ചിട്ട്. 4 പാളി ജനലുകൾ അക്രമത്തിൽ തകർന്നു. വീട്ടുകാർ പരിയാരം പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തെരഞ്ഞെടുപ്പിന്റെ കാസർഗോഡ് ജില്ലയിലെ മുഖ്യ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി UDF ഭാരവാഹികൾ രംഗത്ത്. തൃക്കരിപ്പൂർ, പിലിക്കോട് പഞ്ചായത്തുകൾ മുഖ്യമായി ഉൾപ്പെട്ടിട്ടുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ LDFന്റെ കള്ളവോട്ടിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒത്താശ ചെയ്തുവെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പിലിക്കോട് പഞ്ചായത്തിലെ 18 വാർഡുകളിലായി ഏതാണ്ട് 2000-ൽ പരം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയതായി പ്രാഥമികമായി തന്നെ UDF വിജിലൻസ് വിഭാഗം കണ്ടെത്തിയതായി നേതാക്കൾ പറഞ്ഞു. പിലിക്കോട്ടെ വിവിധ പോളിംഗ് ബൂത്തുകളിലെ പോളിംഗ് ഓഫീസർമാർ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല, ചൂണ്ടുവിരലിൽ പതിച്ച മഷിയടയാളം പരിശോധിക്കുക പോലുമില്ലാതെ കള്ളവോട്ടുകൾ ചെയ്യുന്നതിന് കൂട്ടുനിന്നതായി UDF നേതാക്കൾ ആരോപിച്ചു. തിരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ പിലിക്കോട് ഡിവിഷൻ സ്ഥാനാർത്ഥി ബൂത്തുകളിൽ വെബ് ക്യാമറ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് നിഷേധിച്ചുവെന്ന് മാത്രമല്ല, വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ സെൻസിറ്റീവ് ബൂത്തുകളുടെ ലിസ്റ്റ് രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തുവെന്ന് അവർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വരണാധികാരി ചീഫ് ഏജന്റിനെയോ സ്ഥാനാർത്ഥികളെയോ പങ്കെടുപ്പിച്ചുള്ള ഒരു യോഗം പോലും വിളിച്ചു ചേർക്കുകയോ തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ അറിയിക്കുകയോ ചെയ്തില്ലെന്നും UDF ആരോപിക്കുന്നു. പിലിക്കോട് ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥികളുടെ വിജയം നിയമപരമായി ചോദ്യം ചെയ്യാനും കള്ളവോട്ടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിവിധ തരത്തിലുള്ള നിയമ നടപടികൾ കൈക്കൊള്ളാനും UDF തീരുമാനിച്ചതായും വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ, ചീഫ് ഏജന്റും കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ചെയർമാൻ സത്താർ വടക്കുംപാട്, പിലിക്കോട് പഞ്ചായത്ത് UDF ചെയർമാൻ നിഷാം പട്ടേൽ, കൺവീനർ AV കുഞ്ഞികൃഷ്ണൻ, തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രസാദ് ഒളവറ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മെന്റലിസം, ഹിപ്നോട്ടിസം എന്നീ മേഖലകളിൽ ഗവേഷണം നടത്തി ഇന്ത്യൻ ചരിത്രത്തിലാദ്യമായി റോപ്പ് എസ്കേപ്പ് എന്ന മായാജാല വിദ്യയിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി മാതമംഗലം കോയിപ്ര സ്വദേശി മെന്റലിസ്റ്റ് സാബിത്ത്. ഈ നേട്ടം കേരളത്തിന്റെ അഭിമാനമായി മാറുന്നതിനൊപ്പം യുവതലമുറയ്ക്ക് ശക്തമായ പ്രചോദനമായി മാറുകയാണ് സാബിത്ത്. മെന്റലിസം ആൻഡ് ഹിപ്നോട്ടിസം മേഖലയിൽ വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു മലയാളിക്കൊപ്പാണ് ഇന്ന് നമ്മളുള്ളത്. മാതമംഗലം കോയിപ്ര സ്വദേശിയായ സാബിത്താണ് ഈ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടി. ഏത് വിഷയമാണ് എടുത്തതെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. ആക്ച്വലി നമ്മൾ ഒരു റോപ്പ് എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു ഇല്യൂഷനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. അതിൽ ആണ് നമ്മൾ വേൾഡ് റെക്കോർഡ് എടുത്തിട്ടുള്ളത്. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് നമ്മുടെ പ്രോഗ്രാം ഉണ്ടായത്. ഈ മെന്റലിസം ഫീൽഡിലേക്ക് വരേണ്ട ഒരു കാരണം എപ്പോൾ മുതലാണ് ഇത് പഠിച്ചു തുടങ്ങിയത്? ആക്ച്വലി മെന്റലിസം ഞാൻ 2 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ട്രെയിനറും കൂടിയാണ്. ഞാൻ കോഴ്സൊക്കെ കൊടുക്കുന്നുണ്ട് നിലവിൽ. അങ്ങനെ ഓക്കെ, ഈ ഒരു മെന്റലിസം ഫീൽഡിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാരണം കൂടെ പറഞ്ഞില്ല. മെന്റലിസം എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണല്ലോ. അപ്പോൾ പിന്നെ ആക്ച്വലി മെന്റലിസം എന്താണ്, ഇതിലെന്താണ് നടക്കുന്നത്, കുറേ ആൾക്കാർ ഇത് ഉഡായിപ്പാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് ഉഡായിപ്പാണോ അല്ലയോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ പോയതാണ്. പിന്നെ ഞാൻ ട്രെയിനറും കൂടിയാണ്. ഞാനൊരു ഇൻ്റർനാഷണൽ ട്രെയിനറും കൂടിയാണ്. അപ്പോൾ ആ ട്രെയിനിങ് മേഖലയിൽ നമുക്ക് ഇതൊരു യൂട്ടിലൈസ് ആണല്ലോ മെന്റലിസം, ഹിപ്നോട്ടിസം പഠിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം ഞാനിപ്പം പഠിച്ചു. ദെൻ പഠിച്ചതിൽ മനസ്സിലായതെന്ന് പറയുന്നത് നമ്മളെ മെന്റലിസം ഈസ് ആൻ ആർട്ട്, ഒരു കലയാണ്. ഹിപ്നോട്ടിസം പ്യുവർ സയൻസ് ആണ്. അപ്പോൾ രണ്ടും മിക്സഡ് ആയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അഡ്വാൻസ് ലെവൽ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും പലർക്കും ഈ മെന്റലിസം എന്ന് പറഞ്ഞാൽ വെറും ഉഡായിപ്പാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഉഡായിപ്പാണ്, ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്?
മെൻ്റലിസം പിന്നെ ഒരു കലയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പിന്നെ നമ്മൾ നാടകം, അതേപോലെ ഡാൻസ്, അതേപോലെ പാട്ട്, അതേപോലെയുള്ള ഒരു കലയാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. മെൻ്റലിസത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അഡ്വാൻസ് ലെവൽ പഠിച്ചാൽ ഒരുപാട് നമുക്ക് പിന്നെ സമൂഹത്തിലായാലും അതുപോലെ പിന്നെ ഒരു ആൾക്കൂട്ടത്തിനിടയിലായാലും നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും അവരുടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും, ഒരു ക്ലാസ് ആണെങ്കിൽ ക്ലാസ്സിലെ കുട്ടികൾക്കായാലും, ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്, അപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾക്കായാലും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഉള്ളൊരു കലയാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഒരാളെ ഒരു വേദിയിൽ നിന്ന് പെട്ടെന്ന് വിളിക്കുന്നു, അവരെ നോട്ടീസ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു, അതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? അതാണ് നമ്മൾ മെൻ്റലിസം മൈൻഡ് റീഡിംഗ് ആണ് ആക്ച്വലി അതിൽ വരുന്നത്. നമ്മൾ പിന്നെ ഇതിൻ്റെ ടെക്നിക്സ് ട്രിക്സ് എന്നൊക്കെ ഒന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. മെൻ്റലിസം സാധാരണ നോർമലായിട്ട് ട്രിക്സ് പരമായിട്ടുണ്ട്, അതേപോലെ പിന്നെ സൈക്കോളജിക്കൽ പരമായിട്ടുണ്ട്. ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഉറക്കി കടത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ. അപ്പം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ. ശരി, എന്തായാലും ഈ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയ ഈ ഒരു മൊമെന്റിൽ എന്താ പറയാനുള്ളത്? വേൾഡ് റെക്കോർഡ് വളരെ അഭിമാനം തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമുക്ക് നാട്ടിന് തന്നെ ഒരു അഭിമാനമായിട്ട് മാറാന്ന് പറയുന്നത്, അതും എൻ്റെ പേരിൽ തന്നെ ഈ ഒരു നാട്ടിൽ ഇപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് അനുമോദനമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ മെൻ്റലിസം ഈ ഒരു ഫീൽഡിൽ തന്നെ നമുക്ക് ഒരു വേൾഡ് റെക്കോർഡ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമാണല്ലോ. അങ്ങനെ ഓക്കെ, എന്തായാലും സാബിത്ത് നമ്മുടെ നാട്ടിനും അതുപോലെ തന്നെ കേരളത്തിനും രാജ്യത്തിനാകെ അഭിമാനമായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. CPIM നേതാവായിരുന്ന കെ രാജൻ അനുസ്മരണം കാങ്കോൾ ടൗൺ സ്ക്വയറിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIM നേതാവായിരുന്ന കെ രാജൻ അനുസ്മരണം കാങ്കോൾ ടൗൺ സ്ക്വയറിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ, വ്യക്തിഗതമായുള്ള തർക്ക പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾ ആശ്രയിച്ചിരുന്ന ഒരാളാണ് കെ രാജൻ. തൻ്റെ അടുത്ത് പരാതികളും പരിഭവങ്ങളുമായി വരുന്നയാൾ ഏത് രാഷ്ട്രീയക്കാരനെന്ന് നോക്കിയിട്ടല്ല, അവർ ഉന്നയിക്കുന്ന പ്രശ്നത്തിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തിക്കൊണ്ടാണ് അത്തരം പ്രശ്നങ്ങൾ ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ കെ രാജൻ ഒരു ബഹുജന നേതാവായി മാറുകയായിരുന്നു. CPMൻ്റെ നേതാവ് എന്നതിനപ്പുറം കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സമീപിക്കാൻ കഴിയുന്ന, എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇടപെടാൻ പറ്റുന്ന ആധികാരികതയുള്ള ഒരു ബഹുജന നേതാവ് എന്ന നിലയിലേക്ക് സഖാവ് കെ രാജൻ ഉയരുകയായിരുന്നു. ചടങ്ങിൽ P രാധാകൃഷ്ണൻ അധ്യക്ഷനായി. V ശശിധരൻ, അഡ്വക്കേറ്റ് PP സിദിൻ, KP കണ്ണൻ, MV സുനിൽകുമാർ, PV വത്സല, KP രാഘവൻ, K പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങൾക്കുള്ള സ്വീകരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ മെന്റലിസ്റ്റ് സാബിത്തിനെ മാതമംഗലം കൂട്ടായ്മ അനുമോദിച്ചു. അനുമോദന യോഗം മാതമംഗലം കൂട്ടായ്മയുടെ രക്ഷാധികാരി രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ മെന്റലിസ്റ്റ് സാബിത്തിനെ മാതമംഗലം കൂട്ടായ്മ അനുമോദിച്ചു. മെന്റലിസം, ഹിപ്നോട്ടിസം എന്നിവയിൽ ഗവേഷണം നടത്തി റോപ്പ് എസ്കേപ്പ് എന്ന ജാലവിദ്യ അവതരിപ്പിച്ചാണ് മെന്റലിസ്റ്റ് സാബിത്ത് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയത്. അനുമോദന യോഗം മാതമംഗലം കൂട്ടായ്മയുടെ രക്ഷാധികാരി രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. KV മനീഷ്, ജയരാജ് മാതമംഗലം, ചന്ദ്രൻ കാനായി, P ഭാസ്കരൻ, KP രവീന്ദ്രൻ, ബിജു പാണപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പുരുഷ വോളിബോൾ കിരീടം നേടിയ കാലിക്കറ്റ് സർവകലാശാലയുടെ ടീം അംഗമായ പരിയാരം ഏമ്പേറ്റിലെ R ശ്രീജിത്തിനെ DYFI ഏമ്പേറ്റ് യൂണിറ്റ് അനുമോദിച്ചു. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പുരുഷ വോളിബോൾ കിരീടം നേടിയ കാലിക്കറ്റ് സർവകലാശാലയുടെ ടീം അംഗമായ പരിയാരം ഏമ്പേറ്റിലെ R ശ്രീജിത്തിനെ DYFI ഏമ്പേറ്റ് യൂണിറ്റ് അനുമോദിച്ചു. ഫൈനലിൽ തമിഴ്നാട് SRM സർവകലാശാലയെ തോൽപ്പിച്ചാണ് കാലിക്കറ്റ് കിരീടം നേടിയത്. R ശ്രീജിത്തിനെ DYFIയുടെ നേതൃത്വത്തിൽ വീട്ടിൽ ചെന്ന് അനുമോദിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ CK ഷോന ഉപഹാരം നൽകി. R ശ്രീജിഷ് അധ്യക്ഷനായി. ശരത് K, സിനേഷ് P, PV രാജൻ മാസ്റ്റർ, CB ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കരിവെള്ളൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കരിവെള്ളൂർ AVS GHSS ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KSESL കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടയമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കരിവെള്ളൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. രാവിലെ വിമുക്ത ഭടഭവൻ ഓഫീസ് അങ്കണത്തിൽ പതാക ഉയർത്തി. തുടർന്ന് കരിവെള്ളൂർ AVS GHSS ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KSESL കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടയമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ മുൻനിശ്ചയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടുത്തെ തന്നെ നോക്കിയാൽ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ 1/3 ഭാഗം മാത്രമാണ് ഇവിടെ പങ്കെടുത്തത്. നമ്മൾ വർഷത്തിലൊരു പ്രാവശ്യം ഒരു ജനറൽ ബോർഡ് വിളിച്ചു ചേർക്കുമ്പോൾ പരമാവധി അംഗങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ ആശയങ്ങൾ പരസ്പരം കൈമാറുകയും നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വ്യക്തമായി എല്ലാവരെയും ധരിപ്പിക്കുന്നതിനും നമ്മുടെ സംഘടനയെ ഊർജ്ജസ്വലമായി മുന്നോട്ട് നയിക്കുന്നതിനും വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഒത്തുചേരുന്നത്. മറക്കാതിരിക്കണം എന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കുന്നത്. കാരണം ഒരു മഹത്തായ സംഘടന എന്ന് പറയുമ്പോൾ ആ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രയത്നം ഉണ്ടായാൽ മാത്രമേ ആ സംഘടന മുന്നോട്ട് പോവുകയുള്ളൂ. ചടങ്ങിൽ RK ദാമോദരൻ അധ്യക്ഷനായി. PV രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് 80 വയസ്സ് പൂർത്തിയായ മുതിർന്ന അംഗങ്ങളെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. രാധാകൃഷ്ണൻ നായർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KV രാഘവൻ, N ശാന്തമ്മ ടീച്ചർ, K രാധാമണി, K ദാമോദരൻ, വത്സല തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഏഴോം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് നരിക്കോട് നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥി KN ഗീതയ്ക്ക് ഇത് ഇരട്ടി മധുരം. കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായ KN ഗീത ഇക്കുറി വിജയിച്ചതോടെ പ്രസിഡന്റ് ആകും. മകന്റെ കല്യാണ ദിവസത്തിന്റെ തലേ ദിവസമാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നതും ഇരട്ടി മധുരമായി. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും LDF ചരിത്ര നേട്ടം നേടിയിരിക്കുകയാണ്. ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു വിവാഹ സൽക്കാര ചടങ്ങിലാണ്. KN ഗീതയ്ക്ക് ഇത് ഇരട്ടി മധുരമാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ വർഷം ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇത്തവണ വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം. ഗീത രണ്ടാമത് വിജയിച്ചിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? രണ്ടാമത് വിജയിക്കാൻ കാരണം ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ്. ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്നും മുന്നോട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതിനെന്തായാലും ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കും ഞാൻ. ഈ വിവാഹ ദിവസം ഇന്ന് വരുന്നു, അതുപോലെ തന്നെ ഇലക്ഷനിൽ മത്സരിക്കുന്നൊക്കെ നേരത്തെ കരുതിയിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഫെബ്രുവരി മാസം എൻഗേജ്മെന്റ് കഴിഞ്ഞ് മാർച്ചിൽ ഡേറ്റ് കണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, ഡേറ്റ് പിന്നെ ഡിസംബർ 14 വന്നു. അപ്പോൾ നമ്മള് ഇലക്ഷന് മത്സരിക്കുന്നതൊന്നുമില്ല, പക്ഷെ ഒരു LDFന്റെ പ്രവർത്തകി എന്നുള്ള രീതിയിൽ നമ്മള് പിന്നെ ഡേറ്റ് മാറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾ ഓഡിറ്റോറിയം അന്വേഷിച്ചു. ഓഡിറ്റോറിയം ഇല്ല. എന്തായാലും ഇലക്ഷന്റെ രീതിയിൽ നടക്കും, കല്യാണത്തിന്റെ രീതിയിൽ നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും. എന്തായാലും ഇത് വളരെയധികം സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് അല്ലേ? മകന്റെ കല്യാണം നടക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് റിസൾട്ട് വരുമ്പോൾ നല്ലൊരു വിജയം നേടാൻ വേണ്ടി സാധിച്ചു. ഏഴോത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും അല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് ആവോ? പഞ്ചായത്ത് പ്രസിഡന്റ് അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന ഞങ്ങൾക്കൊക്കെ ഉറപ്പുണ്ട്. ഇന്ന് വിവാഹം കഴിയും നമ്മുടെ വരന്റെ പേരെന്താ? ശോഭിത്ത്. എന്തുണ്ട് അമ്മയുടെ വിജയത്തിൽ എന്ത് തോന്നുന്നു? അമ്മയുടെ വിജയം വളരെ സന്തോഷം. കല്യാണത്തോട് ഒന്നിച്ച് തന്നെ ഒരു സാർ പറഞ്ഞ പോലെ ഇരട്ടി മധുരം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ വിജയത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനിയും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിക്കുന്നതിന് വേണ്ടി അമ്മയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഏതായാലും ഏഴോം ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല രീതിയിലുള്ള ഒരു പക്ഷേ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇത്തവണയും ഭരണസമിതിയിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ KN ഗീതയ്ക്ക് സാധിക്കട്ടെ. എല്ലാവിധ വിവാഹ ആശംസകളും നേരുകയാണ്. ഏഴോത്ത് നിന്ന് നികേഷ് താപം, നെറ്റ്വർക്ക് ന്യൂസ്.
റോഡില്ലാതെ യാത്രാക്ലേശം കൊണ്ട് ബുദ്ധിമുട്ടിലായിരുന്ന ആലപ്പടമ്പ ഉപകേന്ദ്രത്തിന് റോഡായി. ഇവിടെ എത്താനുള്ള ഗർഭിണികളുടെയും കുട്ടികളുടെയും പ്രശ്നം പരിഹരിക്കണമെന്ന് നെറ്റ്വർക്ക് ചാനൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉപകേന്ദ്രമായ ആലപ്പടമ്പ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള വഴി ഏറെ ദുർഘടം പിടിച്ചതായിരുന്നു. ഉപകേന്ദ്രത്തിൽ നടക്കുന്ന ഗർഭിണികളുടെയും കുട്ടികളുടെയും പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് എത്തുന്നവർ ഏറെ കഷ്ടപ്പെട്ടിരുന്നു. ഈ അവസ്ഥ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ആലപ്പടമ്പിലെ TM വാസുദേവൻ നമ്പീശനും കുടുംബവുമാണ് സൗജന്യമായി റോഡ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. മാത്തിൽ ആലപ്പടമ്പിലെ ജനകീയാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള റോഡ് സൗകര്യം ആഘോഷമാക്കി ജനകീയാരോഗ്യ സമിതി. പൗരസമിതി ചെയർമാൻ MV സുനിൽകുമാർ സ്ഥല സൗകര്യം നൽകിയ TM വിഷ്ണു നമ്പീശനു വേണ്ടി മകനെ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ ആലപ്പടമ്പ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് റോഡ് സൗകര്യം ലഭിച്ചത് ആഘോഷമാക്കി ജനകീയ ആരോഗ്യ സമിതി അംഗങ്ങൾ. ആലപ്പടമ്പയിലെ TM വാസുദേവൻ നമ്പീശനും കുടുംബവുമാണ് വർഷങ്ങളായി റോഡ് സൗകര്യമില്ലാത്ത പ്രയാസപ്പെടുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് സൗജന്യമായി റോഡ് നൽകിയത്. വർഷങ്ങൾക്ക് മുൻപ് ആരോഗ്യ ഉപകേന്ദ്രത്തിന് കെട്ടിടത്തിന് സ്ഥലം നൽകിയതും TM വാസുദേവൻ നമ്പീശനാണ്. വാസുദേവൻ നമ്പീശനും കുടുംബത്തിനും പൗരസമിതി ചെയർമാൻ MV സുനിൽകുമാർ ഉപഹാരവും പൊന്നാടയും നൽകി അനുമോദിച്ചു. കാരണം റോഡിന്റെ സൈഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബോർഡ് നേരെ കാണാൻ റേഷൻ ഷോപ്പാണ്. ചില ആൾ അതിൻ്റെ ഒപ്പം പോയിരിക്കും. തുറക്കാൻ സമയത്ത് ഇതാണെന്ന് ചോദിച്ചിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് കാണില്ല, ഒരു ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ കാണില്ല. കുട്ടികൾക്ക് കുത്തിവെക്കുന്ന സമയത്തല്ല, റോഡിന്റെ സൈഡിൽ നിർത്തി അവിടുന്ന് ഒരു സ്റ്റെപ്പ് കയറി വന്നിട്ടാണ് നമുക്ക് ഇതിനകത്ത് വരേണ്ടത്. അന്ന് വരെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവിക ഇവരുടെ ചർച്ച പല ഘട്ടങ്ങളിലായിട്ട് ഇവിടെ യോഗം നടക്കുമ്പോൾ എന്തായാലും ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് റോഡ് ആവശ്യമായ സൗകര്യം നമ്മൾ ഇടപെട്ടു തരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം അതിന് സ്ത്രീ തന്നെ കഴിയണം. അത് സ്ത്രീത്തിന്റെ അച്ഛൻ വാസോട്ടായിരുന്നു, അവർ കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ സ്ത്രീത്വം ഈ മേഖലത്തിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഒരുപക്ഷെ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ഇത് ചർച്ച തുടങ്ങിയതാണ്. ആദ്യം സ്ത്രീത്തോട് പറഞ്ഞു നമുക്ക് നോക്കാം. ഒരിക്കലും നമ്മളോട് എതിര് പറഞ്ഞില്ല, നോക്കാം എന്ന് പറഞ്ഞു. കാരണം സ്ത്രീത്വം മാത്രം തീരുമാനിച്ചാൽ പറ്റുന്ന ഒരു കാര്യമല്ല. സമിതി അംഗങ്ങളായ TM സതീശൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബിന്ദുമോൾ KG, ബാബു കുര്യാക്കോസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിജനപ്രിയ CP, പെരിങ്ങോം ഹെൽത്ത് ഇൻസ്പെക്ടർ TM രാജീവ്, JHI ജയപ്രകാശ് KT, ജൂനിയർ PHN കാവ്യ VV, MLSP സോഫി CH, ആശാപ്രവർത്തക രാധ P, KM ശ്രീനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥലമുടമ TM വിഷ്ണു നമ്പീശനു വേണ്ടി മകൻ TM ശ്രീജിത്ത് സ്നേഹാദരത്തിന് മറുപടി നൽകി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ഐക്യജനാധിപത്യ മുന്നണി നേടിയ മിന്നും ജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF തൃക്കരിപ്പൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വിജയിച്ചവരെ ആനയിച്ച് ബീരിച്ചേരി ഗേറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് UDF ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 20 അംഗങ്ങളെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിധിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 അംഗങ്ങളെയും ആനയിച്ച് ബീരിച്ചേരി ഗേറ്റ് പരിസരത്ത് നിന്നുമാണ് ആഹ്ലാദ പ്രകടനത്തിന് തുടക്കമിട്ടത്. 100 കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആഹ്ലാദ പ്രകടനം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VK ബാവ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, P കുഞ്ഞിക്കണ്ണൻ, സത്താർ വടക്കുംപാട്, KV വിജയൻ, S കുഞ്ഞഹമ്മദ്, പ്രസാദ് ഒളവറ, TP അഹമ്മദ് ഹാജി, അഡ്വക്കേറ്റ് MTP കരീം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും LDF ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം കാങ്കോലിൽ നടന്നു. നിരവധി പേരാണ് പ്രകടനത്തിൽ അണിനിരന്നത്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും LDF ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം കാങ്കോലിൽ നടന്നു. CPIM ഓഫീസ് പരിസരത്തു നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. വിജയിച്ചവരെ ചുവന്ന ഷോൾ അണിയിച്ചാണ് പ്രകടനത്തിന് മുന്നിൽ അണിനിരത്തിയത്. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി K രാജൻ സ്ക്വയറിൽ സമാപിച്ചു. നിരവധി പേരാണ് പ്രകടനത്തിൽ അണിനിരന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
പയ്യന്നൂർ നഗരസഭ 36-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സി വൈശാഖിന്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടന്നു. തുളുവനൂർ അമ്പലം മുതൽ കാരയിൽ പാലം വരെ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.